നമസ്കാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിനിയോഗത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചതായിട്ട് ഹൈക്കോടതി നിരീക്ഷിക്കുകയുണ്ടായി. സംഗമത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചിലവുകൾ പരിശോധിച്ച കോടതി ആ കണക്കുകളിൽ വ്യക്തമായ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൃത്യമായ രേഖകൾ ഹാജരാക്കുന്നതിൽ ഓഡിറ്റർക്ക് പരാജയം സംഭവിച്ചതോടെയാണ് കോടതി കർശനമായ നിലപാട് സ്വീകരിച്ചത്. പ്രാഥമികമായി സമർപ്പിച്ച കണക്കുകളിൽ വ്യക്തതയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ വിശദമായ പരിശോധനയ്ക്കായിട്ട് കോടതി നേരിട്ട് ഇടപെടുകയും 10 ദിവസത്തിനുള്ളിൽ സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അന്ത്യശാസനം നൽകുകയും ചെയ്തിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യാനായിട്ട് ചുമതലപ്പെടുത്തിയ വിജയൻ അസോസിയേറ്റ്സിനെ കോടതി കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ടിലെ പല വിവരങ്ങളും വസ്തുതകളുമായിട്ട് നിരക്കാത്തതാണെന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. പരിപാടിക്ക് വേണ്ടി ചിലവാക്കിയ തുകയും അതിൻ്റെ രേഖകളും തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന് കോടതിയിൽ ബോധിപ്പിക്കപ്പെട്ടു. പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് ഓഡിറ്റർ തന്നെ കോടതിയിൽ സമ്മതിച്ചതോടെ മുൻപ് സമർപ്പിച്ച കണക്കുകൾ കേവലം തട്ടിക്കൂട്ടവയാണെന്ന സംശയം ബലപ്പെടുകയാണ്. എല്ലാ രേഖകളും സഹിതം നേരിട്ട് ഹാജരാകാൻ ഓഡിറ്റിംഗ് സ്ഥാപനത്തിന് നിർദ്ദേശം നൽകിയ കോടതി നിയമപരമായിട്ടുള്ള നടപടികൾ കർശനമാക്കുമെന്ന സൂചനയും നൽകിയിട്ടുണ്ട്. ചിലവഴിച്ച തുകയുടെ കണക്കുകളിൽ അസ്വാഭാവികമായ വർധനവ് രേഖപ്പെടുത്തിയതായാണ് കോടതിയുടെ പ്രധാന വിമർശനത്തിന് കാരണമായത്. കലാപരിപാടികൾക്കായി നൽകിയ 8 ലക്ഷം രൂപയുടെ വിനിയോഗത്തിലും താമസ സൗകര്യങ്ങൾക്കും ഫർണിച്ചറുകൾക്കുമായിട്ട് ചിലവാക്കിയ വൻ തുകയുടെ കാര്യത്തിലും കൃത്യമായ വൗച്ചറുകളോ ബില്ലുകളോ ഹാജരാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ലളിതമായ സൗകര്യങ്ങൾക്ക് പോലും അമിതമായ വില കാണിച്ചത് ബോധപൂർവമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടിൻ്റെ ഭാഗമാണോ എന്ന് കോടതി പരിശോധിക്കുന്നുണ്ട്. സാധാരണക്കാരെയും വിശ്വാസികളെയും സംബന്ധിച്ചിടത്തോളം അവിശ്വസനീയമായിട്ടുള്ള തുകയാണ് പല കാര്യങ്ങൾക്കുമായിട്ട് കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. സംസ്ഥാന ഓഡിറ്റ് വിഭാഗവും ദേവസ്വം ബോർഡും തമ്മിലുള്ള തർക്കവും കോടതി നടപടികളിൽ പ്രതിഫലിച്ചു. തങ്ങൾ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട രേഖകൾ നൽകാൻ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ലെന്ന് സർക്കാർ ഓഡിറ്റ് വിഭാഗം കോടതിയെ അറിയിച്ചു. എന്നാൽ എല്ലാ രേഖകളും സ്വകാര്യ ചാർട്ടേഡ് അക്കൗണ്ടന്റിന് കൈമാറി എന്നായിരുന്നു ബോർഡിന്റെ മറുപടി. ഈ പരസ്പര വിരുദ്ധ നിലപാടുകൾ കേസിൽ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. ഒരു സർക്കാർ സംവിധാനത്തിന് കീഴിൽ നടക്കുന്ന പരിപാടിയുടെ കണക്കുകൾ ഔദ്യോഗിക ഓഡിറ്റ് വിഭാഗത്തിന് കൈമാറാതെ സ്വകാര്യ ഏജൻസികളെ ഉപയോഗിച്ച് അത് നീട്ടിക്കൊണ്ടു പോകുന്നതിനെ കോടതി അതീവ ഗൗരവത്തോടെയാണ് ഇവിടെ വീക്ഷിക്കുന്നത്. മാസങ്ങൾ പിന്നിട്ടിട്ടും കണക്കുകൾ സമർപ്പിക്കാതെ വൈകിപ്പിക്കുന്നത് കോടതിയുടെ കടുത്ത വിമർശനത്തിന് ഇടയാക്കി. സംഗമ നടത്തിപ്പിൽ വീഴ്ചകൾ ഉണ്ടായെന്നും അത് മറച്ചുവെക്കാനാണ് ഈ കാലതാമസമെന്നും കോടതി നിരീക്ഷിച്ചു. സ്പെഷ്യൽ കമ്മീഷണർ വഴി സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ പോലും കൃത്യമായ മറുപടികൾ ഉണ്ടായിരുന്നില്ല. ഈ ഒരു അനിശ്ചിതത്വം അവസാനിപ്പിക്കാനാണ് ഹൈക്കോടതി ഇപ്പോൾ നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നത്. മുഖ്യമന്ത്രിയുടെയും ദേവസ്വം ബോർഡിൻ്റെയും പ്രതിച്ഛായയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളാണ് വരാനിരിക്കുന്ന റിപ്പോർട്ടിൽ ഉണ്ടാവുക എന്ന് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നു. അടുത്ത 10 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കേണ്ട റിപ്പോർട്ട് ഈ കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവാകും. സാമ്പത്തിക ക്രമക്കേടുകൾ തെളിയുകയാണെങ്കിൽ അത് ഗവൺമെൻറ്റിനും ദേവസ്വം ബോർഡിനും വലിയ തിരിച്ചടിയായി മാറും. കൃത്യമായ ഓഡിറ്റിംഗ് പൂർത്തിയാക്കി കണക്കുകൾ ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉത്തരവാദികളായവർ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അയ്യപ്പ സംഗമം എന്ന പേരിൽ നടന്ന തുകയുടെ വിനിയോഗം സുതാര്യമാണോ എന്ന് ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും കോടതിയുടെ ഇടപെടൽ അത് പൊതുപണത്തിൻ്റെ വിനിയോഗത്തിൽ കൂടുതൽ ജാഗ്രത ഉറപ്പുവരുത്താൻ സഹായിക്കുമെന്നാണ് നിയമവിദഗ്ധർ കരുതുന്നത്.